വായിക്കണം. ഞാൻ ആലോചിക്കാണ്, പത്രം പോലും വായിക്കാത്ത നീയെല്ലാം പഞ്ചായത്ത് വരിക ജനങ്ങളുടെ അവസ്ഥ എന്താവുന്നു? ആ സത്യന്റെ പോലെ രാവിലെ ഞാൻ ഇവിടെ നിന്ന് പത്രം വായിച്ചാലേ സ്റ്റേഷനിൽ പോകുമ്പോഴേക്കും ആര് ഭക്ഷണം റെഡിയാക്കും? നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പും ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നു. സത്യന്റെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം, ഇവളുടെ കാര്യോ? ദേ എന്നെ കൂടി കൂടുതലൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ മനുഷ്യ. അമ്മ പറഞ്ഞാലും കാര്യമുണ്ട് അച്ഛാ. അച്ഛൻ എന്താ അമ്മ ഒന്ന് സഹായിച്ചാല്? എന്തിന്? ഇവിടെ ഇപ്പൊ ഒരാൾക്ക് ചെയ്യാനുള്ള ജോലിയേ ഉള്ളൂ. അത് ശരിയല്ലല്ലോ അച്ഛാ, ഉള്ള ജോലി രണ്ടുപേരും കൂടെ ചെയ്യുന്നതല്ലേ ശരി. ചെറിയ വായിൽ വലിയ വർത്താനമൊന്നും മോള് പറയണ്ട. ഇതൊക്കെ ആരാ നിന്നെ പഠിപ്പിച്ചത്? നിന്റെ അമ്മയാണോ? അമ്മയൊന്നുമല്ല, ശ്രീദേവി ടീച്ചറാ. ഓഹോ, സ്കൂളിൽ പിള്ളേരെ ഇങ്ങനെയൊക്കെയാണോ പഠിപ്പിക്കണേ? അച്ഛാ, ഇപ്പൊ എന്നെ കല്യാണം കഴിച്ചോണ്ട് പോകുന്ന ആള് എന്നെ കൊണ്ട് സകല ജോലിയും ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അച്ഛൻ എന്ത് തോന്നും? എന്നെ കല്യാണം കഴിപ്പിക്കുമ്പോ അല്ലേ ഇപ്പൊ എന്റെ മോള് ഭാരിച്ച കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട, ഇരുന്ന് അങ്ങോട്ട് പഠിക്കാൻ നോക്കൂ കേട്ടോ. അതെ, കൊച്ചിനെ സ്കൂളിൽ വിടുന്നത് സിലബസിലുള്ളത് പഠിപ്പിക്കാനാ, അല്ലാതെ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനല്ല. എന്ത്? ആ ശ്രീദേവി ടീച്ചർ ഉണ്ടല്ലോ, അവരെ ഞാനൊന്ന് കാണുന്നുണ്ട്. എന്താ കാര്യം? ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ കുറെ പെണ്ണുങ്ങളുടെ സൂക്കേടാ ഭർത്താക്കന്മാരെ കൊണ്ട് അടുക്കള പണി ചെയ്യിപ്പിക്കുക. അതൊന്നും നടക്കാൻ പോണില്ല. അതെന്താ നടക്കാത്തെ? ആർച്ചേ, മനുഷ്യനുണ്ടായ കാലം പോലെ അടുക്കളയിൽ ജോലിയെല്ലാം ചെയ്തു വരുന്നത് ഭാര്യമാരാ. ഭർത്താക്കന്മാര് പുറത്തു പോയി അധ്വാനിച്ച് പൈസ കൊണ്ടുവന്ന് വീട്ടിലെ കാര്യങ്ങൾ നടത്തും. അങ്ങനെയാ നടന്നുകൊണ്ടിരിക്കണേ. സത്യേട്ടാ, നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത്? ആ കാലമൊക്കെ പോയി. ഇപ്പൊ ജോലിയും വരുമാനവും ഇല്ലാത്ത ഏത് സ്ത്രീകളുണ്ട്? പിന്നെ ഭാര്യമാരെ സഹായിക്കുന്ന എന്തോ മോശപ്പെട്ട കാര്യമാണെന്ന് ചിന്തിക്കുന്ന ചില കോന്തം ഭർത്താക്കന്മാരുണ്ട്. ഒരുപാട് കാലമൊന്നും ഇങ്ങനെ പോവില്ല, വിവരം അറിയും. വിവരം അറിയാനൊന്നുമില്ല. നിങ്ങൾ കുറച്ച് പെണ്ണുങ്ങൾ കിടന്ന് തുള്ളിന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ആ കാണാ. സത്യന്റെ ഉദ്ദേശം എന്താ എനിക്ക് മനസ്സിലായില്ല. ആർച്ചേ, നമ്മൾ ഇടപെട്ട് ഒരു കുടുംബ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. നീ വിചാരിച്ചത് നടക്കുകയും ചെയ്യും. സത്യന്റെ മനസ്സിലുള്ളത് പറ. നമ്മുടെ ASI സ്വർണ്ണലതയും കനകാംബരനും ഉണ്ടല്ലോ, അവർ വീട്ടിൽ എന്നും വഴക്കാ. വീട്ടിലെ വഴക്കിന്റെ ബാക്കി സ്റ്റേഷനിൽ വന്നിട്ടാ. സ്വർണ്ണലത ASIയും കനകാംബരൻ CPM ആയതുകൊണ്ട് തന്നെ ഈ അധികാരം മുഴുവനും സ്വർണ്ണലത സ്റ്റേഷനിൽ ഉപയോഗിക്കും. ആൾക്കാർ മുമ്പ് വെച്ച് കളിയാക്കെ. ഇതിന്റെ മനപ്രയാസത്തിൽ കനകാംബരം വൈകുന്നേരം ആകുമ്പോൾ ഫുള്ള് അടിച്ച് പൂക്കറ്റിയായിട്ട് വീട്ടിൽ ചെന്ന് വേണ്ട പ്രശ്നം. മദ്യവെച്ചിട്ട് ഒരാൾ വീട്ടിൽ ചെന്നാൽ എന്താ സംഭവിക്കുക നിനക്കറിയാലോ. സത്യന്റെ ഒരു പോലീസുകാരനല്ലേ, സത്യന് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? ഈ കാര്യത്തിൽ പോലീസിന് ഇടപെടാൻ പറ്റില്ല, കാരണം രണ്ടു ഭാഗത്തും പരാതിയില്ല. ഇതിലിപ്പോ ഞാനെന്ത് ചെയ്യാനാ? ആർച്ചേ, നീ ഒരു വാർഡ് മെമ്പർ അല്ലേ? നിന്റെ വാർഡിലെ പല വീടുകളിലും ഇതുപോലെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോഴെല്ലാം നീ ഇടപെട്ട് മധ്യസ്ഥ പറഞ്ഞ പ്രശ്നം പരിഹരിക്കാറില്ലേ? അതുപോലെ ഇതൊന്ന് പരിഹരിച്ചാൽ മതി. ഞാനൊരു ഐഡിയ പറയും. സ്വർണ്ണലത ഒരു ഫയൽ എടുക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ രണ്ടുപേരും ഭയങ്കര സ്നേഹം അഭിനയിക്കുന്നു. നീ എന്നോട് എന്ത് പറഞ്ഞാലും ഞാനതനുസരിക്കുന്നു, ഞാനെന്ത് പറഞ്ഞാലും നീ അതനുസരിക്കുന്നു. പരസ്പരം നമ്മൾ പുകഴ്ത്തി പറയുന്നു. ഇതൊക്കെ കാണുമ്പോൾ സ്വർണ്ണലത മനസ്സിലാക്കണം എങ്ങനെയാണ് കുടുംബജീവിതം മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത്. ഇത് വല്ലതും നടക്കും. സംസാരിച്ച് വീഴ്ത്താൻ നിന്നെ കഴിഞ്ഞല്ലേ വേറെ ആരും ഉള്ളൂ. എന്നെ പോലെ നീ സംസാരിച്ച് വീഴ്ത്തിയില്ലേ? പക്ഷെ വീണത് ഞാനാ. പക്ഷെ നമ്മൾ ഇടപെട്ടതിന്റെ പേരിൽ സ്വർണ്ണലതയുടെ സ്വഭാവം മാറിയാൽ കനകാംബരൻ രക്ഷപ്പെട്ടില്ലേ? മാത്രമല്ല പിന്നെ എന്നോടൊരു ബഹുമാനം ഉണ്ടാവും. അതവിടെ നിക്കട്ടെ. ഈ നാടകം കളിക്ക് ഞാൻ കൂട്ടി നിൽക്കണമെങ്കിൽ എനിക്ക് ചില വ്യവസ്ഥകളുണ്ട്. എന്ത് വ്യവസ്ഥ? ഇന്ന് രാവിലെ പറഞ്ഞ കാര്യം തന്നെ. എന്ത് കാര്യം? നാളെ മുതൽ സത്യേട്ടൻ എന്നെ വീട്ടു ജോലിയിൽ സഹായിക്കും. എന്താ പറ്റില്ലേ? പറ്റില്ലെങ്കിൽ വിട്ടേക്ക്. സ്വർണ്ണലതയും കനകാംബരനും തമ്മിൽ അടിച്ച് ചാവട്ടെ. പറ്റും. പറ്റുമെന്ന് അങ്ങനെ വെറുതെ പറഞ്ഞാ പോരാ, എന്തൊക്കെ ചെയ്യുമെന്ന് പറ. പക്ഷെ അത് നാളത്തെ കാര്യമല്ലേ, അത് നമുക്ക് നാളെ തീരുമാനിച്ച പോരെ? നടക്കില്ല. ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വേറെ എന്തോ ഉള്ളൂ. ശരി, ഞാൻ എന്താ ചെയ്യേണ്ടത് പറയേ. പാചകം ചെയ്യാനാണെങ്കിൽ അത് സത്യനെ കൊണ്ട് നടക്കില്ല, അത് വേണ്ട. അത് വേണ്ട. തുണി കഴുകാനാണെങ്കിൽ ചിലപ്പോ തുണിയുടെ ബാക്കി ഉണ്ടാകും. അത് ശരിയാ, അതും വേണ്ട. പക്ഷേ മുറ്റം അടിക്കാമല്ലോ. ഞാനോ? പിന്നല്ലാതെ. അതൊന്നും ശരിയാവില്ല. സ്ഥലം SI മുറ്റടിക്കാന്ന് പറഞ്ഞാൽ നാട്ടുകാരുണ്ടെന്ന് വിചാരിക്കില്ല. ആ SI ഒക്കെ അങ്ങ് സ്റ്റേഷനില്, ഇത് വീടാ. ആർച്ചേ, അത് മാത്രം പറ്റില്ല. ആ എന്നാ സ്വർണ്ണലതയുടെ കാര്യം അങ്ങ് വിട്ടേക്ക്. ഈ കാര്യത്തിൽ ഒത്തുതീർപ്പില്ല. സ്വർണ്ണലതയായിരിക്കും, നീ അവിടെ ചെല്ലും.
ഇല്ല, ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ പോവില്ല. നീ ഒന്ന് ചെല്ല ആർച്ചേ. സത്യയുടെ മുറ്റുപണിയുടെ കാര്യത്തിൽ തീരുമാനം പറ. സമ്മതിച്ചു. അങ്ങനെ വെറുതെ സമ്മതിച്ചാ പോരാ. സമ്മതിച്ചൂന്ന്. എന്ത്? മുറ്റ പിടിക്കാന്നും സമ്മതിച്ചു. വാക്ക് മാറില്ലല്ലോ. ഇല്ല, നീ അങ്ങോട്ട് ചെല്ല്. കനകാംബര, എന്തായി സാർ? എന്താവാൻ, തനിക്ക് വേണ്ടി ഞാൻ മുറ്റമടിക്കാന്ന് വരെ സമ്മതിച്ചു. മുറ്റം അടിക്കാനോ? അതെന്തിനു? കുടുംബജീവിതത്തിലെ ചില സങ്കീർണതകളൊന്നും തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അത് മനസ്സിലാവുമായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സ്വർണ്ണ സ്റ്റേഷനിൽ പോയില്ലേ? ഉച്ച കഴിഞ്ഞ് ലീവായിരുന്നു. മോന്റെ സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് പോവാനും ഞാൻ തന്നെയല്ലേ ഉള്ളൂ. അതെന്താ? സ്വർണ്ണലതയുടെ ഹസ്ബൻഡോ? ആ, നല്ല കാര്യായി. വീട്ടിലെ ഒരു കാര്യവും നോക്കില്ല, സകല പണി എനിക്ക്. അത് കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് ചെന്നാലോ പിടിപ്പത് പണിയാ. ഞാൻ ASA അല്ലേ, അവിടെ അങ്ങേർക്ക് സുഖ, ഒരു ഉത്തരവാദിത്വം ഇല്ല. അങ്ങേര് CPO അല്ലേ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാവുന്നേ? ഭാര്യയ്ക്കും ഭർത്താവിനും ഓരോ ജോലിയും സ്ഥാനവും ഒക്കെ ഉണ്ടാവും. അത് ജോലിയല്ലേ. വീട്ടിലെ കാര്യം അങ്ങനെയാണോ? വീട്ടിലെ ഭാര്യയും ഭർത്താവിനും പരസ്പര ധാരണയുണ്ടെങ്കിലേ കാര്യങ്ങളൊക്കെ നന്നാവൂ. എന്ത് ധാരണ ഉണ്ടാവാനാ ഉണ്ണിയാർച്ചേ? ഈ മനുഷ്യന് എന്തെങ്കിലും ഉത്തരവാദിത്ത ബോധം വേണ്ടേ? ഇവിടുത്തെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയേ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാനാ. സത്യേട്ടൻ ഒരു കാര്യത്തിലും സഹായിക്കില്ലായിരുന്നു. ആണുങ്ങളുടെ ഈഗോ. ഞാൻ പിന്നെ വഴക്കിനൊന്നും പോയില്ല. സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഒരു കുടുംബമായ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ സ്ഥാനമാണെന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ എന്താ, സത്യേട്ടൻ എല്ലാ കാര്യത്തിലും എന്നെ സഹായിക്കും. ആണോ? പിന്നെ സത്യേട്ടൻ വൈകുന്നേരം സ്റ്റേഷനിൽ നിന്ന് വരുമ്പോ എന്നോട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും പറയും. അതുപോലെ പഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങോട്ടും പറയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പരസ്പരം എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെ സംസാരിച്ച് ഇടവഴിയൊക്കെ അല്ലേ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. കുടുംബത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ എല്ലാം ശരിയായി. പറയാൻ എളുപ്പ, പക്ഷെ നടക്കണ്ടേ? ഞാൻ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. നമ്മൾ തമ്മിലുള്ള പരസ്പര ധാരണയെ കുറിച്ചൊക്കെ. അല്ല, അങ്ങനെ പോയാലേ വീട്ടിൽ സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. വീട്ടിൽ ഒരിക്കലും വലിപ്പ ചെറുപ്പം കാണിക്കരുത്. കാര്യം സ്വർണ്ണലത ASAയും കനകാംബരൻ CPOയുമാണ്. അതങ്ങ് സ്റ്റേഷനില്. പക്ഷെ വീട്ടില് കനകാംബരൻ ഭർത്താവും സ്വർണ്ണലത ഭാര്യയുമാണ്, അത് മറക്കരുത്. ഇവിടുത്തെ കാര്യം തന്നെ നോക്ക്. ഞാൻ പഞ്ചായത്ത് മെമ്പറും സത്യേട്ടൻ SIയുമാണ്. ജനപ്രതിനിധി എങ്ങനെയൊക്കെ നോക്കിയാലും സർക്കാർ ഉദ്യോഗസ്ഥനേക്കാൾ മേലെയാണ്. പക്ഷെ ഞാൻ അതിന്റെ ഭാവമൊന്നും ഇവിടെ കാണിക്കുന്നില്ലല്ലോ. എനിക്ക് വേണമെങ്കിൽ പറയാം, പ്രോട്ടോകോൾ അനുസരിച്ച് ഞാൻ മേലെയാണെന്ന്. പക്ഷെ ഞാനത് പറയില്ല. കാരണം ഇത് വീടാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും ഇവിടെ തുല്യ സ്ഥാനമായിരിക്കണം. ഒരു നിമിഷം. സ്വർണ്ണലതയ്ക്ക് ചായ കൊടുക്കാനാണോ? ഞാനിവിടെ ഫ്ലാസ്കിൽ ചായ ആക്കി വെച്ചിട്ടുണ്ട്. സത്യം അതിങ്ങ് എടുത്തോ. അതല്ല, വേറെ അത്യാവശ്യ കാര്യം പറയാനാ. ഇപ്പൊ ഒരു മിനിറ്റ് സ്വർണ്ണലത. എന്താ സത്യേട്ടാ? എന്താ നിന്റെ ഉദ്ദേശം? എന്താ? നീ ആരാന്നാടി നിന്റെ വിചാരം? അതെ, നിന്റെ അഹങ്കാരം കേൾക്കാനല്ല സ്വർണ്ണലതയെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയത്. ഞാൻ എന്താ അഹങ്കാരമാ പറഞ്ഞത്? നിന്റെ വർത്താനം കേട്ടാ തോന്നും നീ പറയണതൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭർത്താവാണ് ഞാനെന്ന്. എടി, അതാണ് അവരുടെ വീട്ടിലെ പ്രശ്നം. അത് പരിഹരിക്കാനാണ് സ്വർണ്ണലത ഞാൻ ഇവിടെ വരാൻ പറഞ്ഞപ്പോ. അപ്പൊ നീ അതിലും വലിയ അഹങ്കാരം പറയുന്നു. എനിക്ക് മനസ്സിലായില്ല. നിന്റെ വർത്താനം കേട്ടാ തോന്നും ഇവിടുത്തെ അടുക്കളപ്പണി മുഴുവൻ ഞാനാണ് ചെയ്യുന്നതെന്ന്. ആ ഗതികേടൊന്നും CP സത്യപാലനം ഉണ്ടായിട്ടില്ല. നിന്നെ പോലുള്ള അഹങ്കാരികളെ എങ്ങനെ നിലയ്ക്ക് നിർത്തണമെന്ന് എനിക്കറിയാം കേട്ടാ. അതിനിത്തിരി പുളിക്കും. സ്റ്റേഷനിൽ വരുന്ന പാവപ്പെട്ടവരുടെ മെക്കട്ടേക്ക് കയറുന്ന പോലെ എന്റെ മെക്കട്ടേക്ക് കയറിയല്ലോ നിങ്ങൾ വിവരം അറിയും. എന്ത് വിവരം അറിയാനടി? മോളെ ഉണ്ണിയാർച്ച, നിന്റെ കളി എന്നോട് വേണ്ട കേട്ടാ. ചുമ്മാ ബെരട്ടാതെ മനുഷ്യ. ഇതൊന്നും കണ്ട പേടിക്കുന്ന ആളല്ലേ ഉണ്ണിയാർച്ച. നീ എന്താടി പറഞ്ഞത്? പ്രോട്ടോകോളോ? അതൊക്കെ നിന്റെ പഞ്ചായത്ത് ഓഫീസിൽ മതി. ഇവിടെ പ്രോട്ടോകോൾ ഞാൻ പറയും. ഞാനാണ് ഇവിടുത്തെ പ്രധാനി. എനിക്ക് താഴെ നീ വരുള്ളൂ. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. പ്രോട്ടോകോള് പ്രകാരം SI എന്ന് പറഞ്ഞ വെറും ക്ലർക്കാണ്. ഞാനോ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പഞ്ചായത്ത് പ്രതിനിധി. നീ കുന്താണടി, കുന്തം. എന്റെ സ്വർണ്ണലതേ, നിന്നെ ഉപദേശിച്ച് നന്നാക്കാൻ ഇങ്ങേര് കണ്ടുപിടിച്ച അടവായത്. ലതയുടെ പണി നോക്കിപ്പോ. ഇവിടുത്തെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. നീ എന്താ നോക്കിക്കൊണ്ടിരിക്കണേ? ചെന്നാ പാപ്പാടന്റെ നെഞ്ചത്ത് കയറ്. പിന്നെ ഒരു കാര്യം ഓർത്തോ, ഭർത്താവിനെ അനുസരിക്കാത്ത ഒരു സ്ത്രീയും ജീവിതത്തിൽ രക്ഷപ്പെടില്ല.
ഇനി പറയും എന്താ നിന്റെ ആവശ്യം പറയൂ. അയ്യോ എനിക്കൊന്നും വേണ്ട ക്ലർക്കേ. ക്ലർക്ക് നിന്റെ പറ, ബാക്കിയും കൂടെ പറ. ദേ, ആവശ്യമില്ലാതെ എന്നോട് വഴക്കിന് വന്നാ ഞാൻ കേസ് കൊടുക്കും. ഗാർഹിക പീഡനത്തിന് വകുപ്പൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ആർച്ചേ, എന്നാലും നീ ചെയ്തതുണ്ടല്ലോ ഭയങ്കര മോശമായി പോയി. എന്റെ കീഴുദ്യോഗസ്ഥരുടെ മുമ്പ് വെച്ചാ നീ എന്നെ അപമാനിച്ചത്. ഞാനായിട്ട് തുടങ്ങിയ പ്രശ്നമല്ലല്ലോ, സത്യയുടെ ഐഡിയ അല്ലേ. അപ്പൊ നിന്റെ ആവശ്യം നാളെ നിന്നെ അടുക്കളയിൽ ഞാൻ സഹായിക്കുക അല്ലേ? നടന്നു തന്നെ. അല്ലെങ്കിൽ തന്നെ ഞാനത് വിശ്വസിച്ചു എന്നാണോ കരുതിയത്? സത്യേട്ടാ, ഞാനാണ് വലുത് നീയാണ് ചെറുതെന്നുള്ള ഈ ചിന്താഗതി ഉണ്ടല്ലോ, അതാണ് പ്രശ്നം. ഒരു കുടുംബത്തിലെ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ സ്ഥാനമാണ്. അവിടെ ആരും വലുതുമല്ല ആരും ചെറുതുമല്ല. അത് മനസ്സിലാക്കുന്ന ദിവസം സത്യന്റെ ബോധവും വരും. എന്നാലും കുറച്ച് വലുത് ഭർത്താവ് തന്നെ കേട്ടോ.